Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Morning, Miss. Morning. Morning. Okay, good morning to all. Chapter 7 Disaster Management. Okay. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? Okay. Disasters have been existence ever since the history of mankind and have molded the destiny of the earth and its people. Disaster even affects every community and no community is free from it. Disaster may be the second major problem after war, respect of monetary damage and the number of people killed or affected. Billions of people fall victims annually by natural disasters and result in a number of deaths, suffering and economic losses. The poorest countries are mostly affected by disasters economically and socially. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies. In particular, preparedness, response, and recovery in order to reduce the after effects of disaster. Yes. നമ്മളിവിടെ പറയുന്നത് എന്താണ്? Disasters have been exist ever since history. എന്താ പറയുന്നത്? ഇവിടെ മനുഷ്യന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാല് ചരിത്രാർത്ഥ കാലം മുതൽക്കേ എന്തുണ്ട്? ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദുരന്തങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? മനുഷ്യൻ ആ ഒരു ചരിത്രകാലം മുതൽ എന്തനുഭവിച്ചിട്ടുണ്ട്? പലതരത്തിലുള്ള
ദുരന്തങ്ങൾ അല്ലെ, പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസുകളായിട്ട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായിട്ടൊക്കെ തന്നെ പല ഡിസാസ്റ്റേഴ്സിലൂടെ കടന്നു വന്നവരാണ് അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് ഒരു കമ്മ്യൂണിറ്റിനെ അത് അപ്പാടെ നശിപ്പിക്കും അല്ലെ. ഒരു കമ്മ്യൂണിറ്റി അതിൽ നിന്ന് ഫ്രീ ആവുന്നില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ ഒരു എർത്ത് കേക്കോ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് നമ്മുടെ ന്യൂസിലൊക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് കണ്ടത് ചൂരൽമലയിലുണ്ടായ ആ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെ, വയനാട്ടിലെ. നിങ്ങൾ കണ്ടല്ലേ, ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. യെസ്, ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ദുരന്തം ഉണ്ടായത്. ഇപ്പോഴും മണ്ണിനടിയിൽ പല ആൾക്കാരെയും കിട്ടാത്തതുണ്ട് അല്ലെ. എത്ര പേര്, അതേപോലെ തന്നെ സുനാമി, എന്തൊരു ദുരന്തം സംഭവിച്ചാലും എന്താണ് ഒരുപാട് പേരുടെ ജീവനും അതേപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ നശിച്ചു പോകുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് യുദ്ധമാണ് അല്ലെ. നമ്മൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, വാറാണ് അല്ലെ. ഒരു സെക്കൻഡ് മേജർ പ്രോബ്ലം ആയിട്ട് മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എന്തിനെയാണ്, നമ്മളെ ദുരന്തങ്ങളെയാണ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിനാണ് കേട്ടോ. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. The disasters may be the second major human problem after war. വാറിന് ശേഷം, വാർ കഴിഞ്ഞാൽ അടുത്തൊരു മേജർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റേഴ്സ് ആണ്, അഥവാ ദുരന്തങ്ങളാണ്. പല ടൈപ്സ് ഓഫ് ദുരന്തങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡാമേജ് ആ കമ്മ്യൂണിറ്റിക്ക് സംഭവിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഒരു മോണിറ്ററി ഡാമേജ് ഉണ്ടാവുന്നു, ഒരുപാട് നമ്പർ ഓഫ് പീപ്പിളുടെ എണ്ണം, മരണപ്പെടുന്ന ഒരു ആൾക്കാരുടെ എണ്ണം എന്താണ് കൂടുന്നു. അതേപോലെ തന്നെ എന്താണ് കുറെ പേർ അതിൽ വിക്ടിംസ് ആവുന്നു അല്ലെ. ചിലപ്പോ പല അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസിലും ജീവനോടെ ഉണ്ടായിട്ട് തന്നെ എന്താണ് അവയവങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അതേപോലെ തന്നെ വീടുകള്, സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും എന്താണ് മൊത്തത്തിൽ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് ഓരോ പ്രത്യേകിച്ച് ഒരു മഴയുടെ സീസണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാവുന്നത് ഏത് സമയത്താണ്, ലാൻഡ് സ്ലൈഡ് പോലുള്ള ദുരന്തങ്ങൾ വരുന്നത് ആ ഒരു റെയിനി സീസൺ എടുക്കുന്ന സമയത്താണ് അല്ലെ. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലുള്ള ആൾക്കാരെയാണ്, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു ലാൻഡ് സ്ലൈഡിലുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിഭാസങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും എന്താണ് ഈ മഴയോടനുബന്ധിച്ചിട്ട് ഇതേപോലെ ദുരന്തങ്ങൾ എപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഇതേപോലുള്ള ഈ മൗണ്ടൻ ഏരിയാസിലുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. യെസ്, ആ ഒരു സമയത്ത് എന്താണ് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നു, നല്ല രീതിയിലുള്ള എക്കണോമിക് ലോസസ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞു വന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ഹിസ്റ്ററീസ് എടുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ആ ഒരു സമയം മുതൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നിന്ന് ഫ്രീ ആക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് സംഭവിക്കുന്ന രീതിയിലാണ് ഒരു ദുരന്തം സംഭവിക്കുന്നത് അല്ലെ. ഇനി ഒരു നമ്മള് വാറിന് ശേഷം ഏറ്റവും വലിയൊരു ഹ്യൂമൻ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ദുരന്തത്തെയാണ്. ഓക്കെ, അത് പലതരത്തിലുള്ള മോണിറ്ററി ഡാമേജസും ഒത്തിരി ആൾക്കാർക്ക് മരണത്തിനൊക്കെ കാരണമാകും. ആനുവലി ഉണ്ടാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം ഒത്തിരി ആൾക്കാർക്ക് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, ജീവനും ജീവിതവും അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ലോസസും എല്ലാം തന്നെ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള കൺട്രീസിനെ ആയിരിക്കും, ഡെവലപ്ഡ് കൺട്രീസിനെ ആയിരിക്കോ പുവറസ്റ്റ് കൺട്രീസിനെ ആയിരിക്കും ഇത് അഫക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? പുവറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് അല്ലെ. യെസ്, വെരി ഗുഡ്. And the poorest countries are mostly affected by disasters economically and socially. അല്ലെ, പ്രത്യേകിച്ച് ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ദരിദ്ര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് എക്കണോമിക്കലി ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫെയിലിയർ അവിടെ സംഭവിക്കുകയാണ് അല്ലെ. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സമയം അവർക്ക് അതിൽ നിന്ന് വേണ്ടി വരുന്നതാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൺട്രീസിന് എടുത്ത് നോക്കും. യെസ്, അപ്പൊ ഇങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ അത് ബാധിക്കുന്നത്. അതായത് ജീവനും സമ്പത്തിനും സൊസൈറ്റിക്കും എന്താണ് ഒരേപോലെ തന്നെ ഒരു അഫക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മള് ആ ഒരു സിറ്റുവേഷനെ
പല റിസോഴ്സസുകൾ, പല റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ പ്രക്രിയയെ നമ്മൾ മറികടക്കുക അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. യെസ്, ഓവർകം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ചെറുതായ ഒരു ഡെഫിനേഷൻ. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies. അതായത് ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് അതിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നില്ലേ? ആ ഒരു പ്രോസസ് അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുകയും ആവശ്യത്തിനുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരുടെ ജീവൻ രക്ഷിക്കുകയും അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്താണ് ആ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ മാക്സിമം റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർഡ് ചെയ്ത് റെസ്പോൺസ് ചെയ്ത് അവിടെ റിക്കവറി ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ദുരന്തം സംഭവിച്ച ആ ഒരു പ്രദേശത്തെയും അവിടുത്തെ ആൾക്കാരെയും നമ്മൾ ആവശ്യത്തിനുള്ള റിസോഴ്സസുകളും മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പ്രിപ്പയർനെസ് ഇല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പ്രിപ്പയർഡ് ആവാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. യെസ്, അപ്പൊ അതിനെന്ത് ആവശ്യമാണ്? ഇത് മാനേജ് ചെയ്യണമെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു വ്യക്തമായ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെ അതിനെ നമ്മൾ നേരിടണം, എങ്ങനെ അവിടെ റെസ്പോണ്ട് ചെയ്യണം, അതിൽ നിന്ന് അവരെങ്ങനെ റിക്കവർ ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഒരു പ്ലാനിങ് തയ്യാറാക്കുക. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ പ്ലാനിങ് തയ്യാറാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് ഷോർട്ടാക്കി പറയണോളോ? ഓക്കെ, യെസ്. നമ്മുടെ മനുഷ്യരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടം മുതലേ നമ്മളിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ദുരന്തങ്ങളുടെ ഭാഗമായിട്ടാണ് പല പ്ലേസസ് തന്നെ രൂപപ്പെട്ടു വന്നിരുന്നത്. ഓക്കെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി അതിൽ നിന്ന് ഫ്രീ ആകുന്നില്ല, അല്ലെ? എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താണ് ആ ഒരു നാശം ഒരേപോലെ തന്നെയായിരിക്കും വരുന്നത്. ഇനി നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് യുദ്ധങ്ങളാണ്, അല്ലെ? നമ്മൾ നേരിട്ടിരുന്ന യുദ്ധങ്ങളാണ്. അതിനുശേഷം മനുഷ്യരാശി ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രോബ്ലം ആണ് എന്താ? ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്കറിയാം ഒത്തിരി ആൾക്കാരുടെ ജീവനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പൂറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിനെയാണ്. ദരിദ്ര രാജ്യങ്ങൾക്കാണ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അതിന്റെ റിക്കവർ നേടാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? യെസ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇത്തരം പ്രക്രിയകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മള് മാക്സിമം റിസോഴ്സസുകൾ, വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ
നമ്മള് നേരിടുന്ന ഈ റെസ്പോണ്ട് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്താണെന്നത്. ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മുതൽ കുറച്ച് പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനി കൂടെ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ഒരു നിർവചനം. ഓക്കെ, നോക്കാം. WHO defines disaster as any occurrence that causes damage, ecological disruption, loss of human life, deterioration of health and health service on a scale sufficient to warrant to extraordinary response from outside the affected community or area. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ദുരന്തത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? അതായത് താഴെ പറയുന്ന ഇത്തരം കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെ മാത്രമാണ് നമ്മൾ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങളാലാണ് നമ്മൾ അതിനെ ദുരന്തം എന്ന് പറയാൻ കാരണം നോക്കാം. ഒന്ന്, ഡാമേജ്. ഡാമേജ് എന്താണ്? ഡാമേജ് എന്താണ്? നാശം. എന്തെങ്കിലും തരത്തിലുള്ള നാശം സംഭവിക്കുകയോ, അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ച, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് തകരാറുണ്ടാവുകയോ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനോ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയും, അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ എന്നിവയ്ക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ഇവയ്ക്കെല്ലാം തന്നെ എന്താ അവരെ അഫക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം തകർക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നാശം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാരിസ്ഥിതികമായ തകർച്ച ഉണ്ടാവണം, ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ മനുഷ്യ ഒരുപാട് മരണം ഉണ്ടാവണം, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സേവനങ്ങളെല്ലാം നഷ്ടപ്പെടണം. അതായത് മൊത്തത്തിൽ അത് നശിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ അതിനെ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ മാത്രമാണ് നമ്മൾ ഒരു ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന രീതിയിൽ അതിനെ നിർവചിക്കുന്നത്. മനസ്സിലായോ? അതായത് ജനങ്ങള്, പരിസ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ എന്നിവയ്ക്ക് കാര്യമായിട്ടുള്ള ദോഷം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാദേശിക ശേഷിക്ക്, അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള അപകടം സംഭവിക്കുന്ന സിറ്റുവേഷൻസിനെ മാത്രമാണ് നമ്മൾ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ ഈ കാര്യമില്ലേ, നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മുതലുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഇപ്പൊ പഠിക്കാനുള്ള കാര്യം. യെസ്, ഓക്കെ. ഇനി അല്ലാതെ ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞുതരാം, അതുകൂടി നിങ്ങളൊന്ന് എഴുതിയെടുക്കാവോ? ഡിസാസ്റ്ററിനെ കുറിച്ചൊരു ചെറിയൊരു ഡെഫിനിഷൻ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിസാസ്റ്റർ ഈസ് ആൻ, എഴുതിക്കോളൂ കേട്ടോ, എഴുതിക്കോളൂ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ ആരാടോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പാടാണെന്ന് പറഞ്ഞത് ക്ലാസ്സില്? വേറെ ആരെങ്കിലോട് പറഞ്ഞിരുന്ന? കംപ്ലൈന്റ് ചെയ്തിരുന്ന നിങ്ങള്? ഇല്ലല്ല, ഉറപ്പാണല്ലോ? എന്താ ഉണ്ടാതിരിക്കുന്നേ? ഇന്നലെ ക്ലാസ് പാടാൻ എന്തെങ്കിലും കംപ്ലൈന്റ്സ് എന്തെങ്കിലും കൊടുത്തിരുന്നോ ആരെങ്കിലും? ഇല്ല, ഇനി കുഴപ്പമില്ല. ഡെഫിനിഷൻ ഒന്നുകൂടി പറയണോ? ഓക്കെ. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു കംപ്ലൈന്റ് കൊടുത്തുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ആരാണെന്നോ?
കുഴപ്പമില്ല, ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, എടാ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇപ്പൊ ചോദിച്ച ആൾക്ക്. ഓക്കെ ഓക്കെ, യെസ്. ഈ ഡെഫിനിഷൻ എഴുതിയെടുക്കൂ. ഡിസാസ്റ്റർ ഈസ് ആൻ ഇവന്റ്. എഴുതിയെടുത്തോളൂ കേട്ടോ. ഡിസാസ്റ്റർ ഈസ് ആൻ ഇവന്റ് that disrupts. Disaster is an event. Disaster is an event. Event, E-V-E-N-T, event. That disrupts. That disrupts. That disrupts. D-I-S-R-U-P-T-S. Disrupt. Disrupt ചെയ്യാനോ അറിയില്ലേ? Okay, disrupt. The normal functioning of disrupt, the normal functioning of, the normal functioning of, functioning, F-U-N-C-T-I-O-N-G, functioning of, the normal functioning of a community or society, a community or society. A community or society. Yes. ഒന്നുകൂടി പറയാം. Disaster is an event. Disaster is an event that disrupts the normal functioning of a community or society. The normal functioning of a community or society. And causes causes, C-A-U-S-C-S, and causes suffering, S-U-F-F-E-R-I-N-G, suffering that T-H-A-T, that exceeds, E-X-C-E-E-T-S, exceed ചെയ്യാന്ന് പറയുന്നത് നമ്മൾ exceeds, E-X-E-E-T-S, exceeds the community, exceed the community ability to, exceeds the community ability to cope. Cope means നേരിടുക, C-O-P-E, ability to cope, C-O-P-E, നേരിടുക അല്ലെങ്കിൽ ചെറുക്കുക എന്നൊരു മീനിങ് കേട്ടോ. കോപ്പി എന്ന് പറയുന്നത് C-O-P-E. Ability to cope. ഇനി ഞാൻ പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിച്ച് കറക്റ്റ് ആണോ നോക്കട്ടോ. Yes. Disaster is an event that disrupts the normal functioning of a community or society and causes suffering that exceeds the community ability to cope. Correct ആണോ? Yes. ഇനി അതൊന്ന് വായിച്ചു നോക്കി, എന്താണെന്ന് മനസ്സിലാവുണ്ടോ നോക്കി. ഡിസാസ്റ്ററിന്റെ മറ്റൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. WHO തന്നെയാണ്, മറ്റൊരു കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇവന്റ് ആണ് അല്ലെ? യെസ്. അത് ഒരു കമ്മ്യൂണിറ്റിയുടെ നോർമൽ ഫങ്ഷനിങ്ങിനെയാണ് അത് നശിപ്പിക്കുന്നത് അല്ലെ. ഒരു സ്വാഭാവികമായ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നോർമൽ ഫങ്ഷനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഭാസമാണെന്ത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അത് ഒരു കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ ഒരേപോലെ തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. യെസ്, പല രീതിയിൽ. എന്താണ് ഇതൊന്നുകൂടി പറയണോ? ഇതാണോ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാനാണ് പറയുന്നേ. Disaster is an event that disrupts the normal functioning of. റഹീം സലാം ഇവിടെ അവർ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷൻ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ചാറ്റ് ലിസ്റ്റ് കിടപ്പുണ്ട്, എഴുതിയെടുക്കണമെങ്കിൽ നോക്കിയാൽ മതി.
Yes. ഒരു കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്താണ് അവരെ നോർമൽ ഫങ്ഷനിങ്ങിനെ നശിപ്പിക്കുകയാണ് അല്ലെ. യെസ്. അതേസമയം എന്താണ് അതോടൊപ്പം തന്നെ ഒരുപാട് സഫറിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ് ആ കമ്മ്യൂണിറ്റിനെ ആ സമയത്ത് ആ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിച്ച് അതിനെ നേരിടാന്നല്ലാതെ നമുക്ക് ചെറുത്ത് നിൽക്കാന്നല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ? വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്താണ് എഫക്ട്സുകൾ ആഫ്റ്റർ എഫക്ട്സുകൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ അല്ലെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്ന ഡെഫിനേഷനോ അല്ലെങ്കിൽ ഇതിൽ കിടക്കുന്ന ഡെഫിനേഷനോ ഏത് വേണമെങ്കിലും പഠിക്കാം കേട്ടോ. യെസ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇത്രയും കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നതില് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന്. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാവുമ്പോഴാണ് ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നത്? ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് നഷ്ടം ഉണ്ടായാല്, അല്ലെങ്കിൽ ഹെൽത്ത് സംവിധാനങ്ങളില് ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ നശിക്കുന്ന സമയത്ത്, മൊത്തത്തിലൊരു ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചേക്കാം. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ഇനി ഈ ദുരന്തങ്ങള് രണ്ട് ടൈപ്സ് ഉണ്ട്. ഡിസാസ്റ്റേഴ്സ് രണ്ട് ടൈപ്സിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഡിസാസ്റ്ററോ, രണ്ടാമത്തെ എന്താണ് ഇന്റേണൽ ഡിസാസ്റ്ററോ. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നുണ്ട്. അത് പഠിക്കണോട്ടെ ഇതിന്റെ പേരുകളാണ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയറോപ്ലെയിൻ ആക്സിഡന്റ്, ടൊർണാഡോ, സുനാമി, എർത്ത്ക്വേക്ക്, മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ്. നോക്കാം, ആദ്യത്തെ രണ്ടും അറിയാലോ. ട്രെയിൻ ആക്സിഡന്റ്സും ബോട്ട് ആക്സിഡന്റ്സ് ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നതാണ്. കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, അതെന്താണ് കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു മൾട്ടി വെഹിക്കിൾ ആക്സിഡൻസ് ആണ്. മൾട്ടി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ചില സമയത്ത് ചില ഏരിയയില് എന്താണ് കാരണമെന്ന് അറിയാതെ ഒരുപാട് വണ്ടികൾ ഒരേ സമയം ആക്സിഡന്റ് ആയത് കണ്ടിട്ടുണ്ടാവില്ല നമ്മള്. കാരണം അറിയാൻ പറ്റില്ല എങ്ങനെ പറ്റിയെന്നുള്ളത്. മേജർ ആയിട്ട് നടക്കുന്നതാണ് അല്ലെ. ഒരുപാട് വണ്ടികൾ ഒരേ സമയം ചിലപ്പോ അത് ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചതായിരിക്കും, ബാക്കി കുറെ വരുന്ന വണ്ടികൾക്ക് എന്താണ് അഫക്ട് ചെയ്തിട്ട് എന്താണ് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറിയിട്ടുണ്ടോ. അതാണ് കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്. അതായത് ഒരേ സമയം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് ആണ് ശരിക്കും കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡൻസ് എന്ന് പറയുന്നത്. കാരണം അറിയാൻ പറ്റില്ല എന്താണ് സംഭവിച്ചത്. യെസ്. ഇനി എക്സ്പ്ലോഷൻ ആൻഡ് ഫ്ലഡ് എന്താണ്? എക്സ്പ്ലോഷൻ എന്താണ്? വോൾക്കാനിക് എക്സ്പ്ലോഷൻ ആണോ? ബേസ്റ്റിംഗ്. യെസ്. എന്തിലൊക്കെ എക്സ്പ്ലോഷൻ ഉണ്ടാവാറുണ്ട്? ഫയർ, കെമിക്കൽ ഫാക്ടറി. ഓക്കെ, ഒരു മിനിറ്റ്. കെമിക്കൽ ഫാക്ടറിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം എന്താണ് പലതരത്തിലുള്ള എക്സ്പ്ലോഷൻസ്, സ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ. യെസ്. അതെന്ത് ഏത് ഡിസാസ്റ്റർ കാറ്റഗറിയിലാണ് വരുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്ററിലാണ് കേട്ടോ. ദെൻ ഫ്ലഡ് അറിയാലോ, വെള്ളപ്പൊക്കം. ഓക്കെ. ദെൻ എയറോപ്ലെയിൻ ആക്സിഡൻസുകള്, അതേപോലെ എയർ ക്രാഷുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് വരുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് ടൊർണാഡോ? എന്താണ് ടൊർണാഡോ? ചുഴലിക്കാറ്റ്. യെസ്. ദെൻ സുനാമി, എർത്ത്ക്വേക്ക്, ഭൂകമ്പങ്ങള്, സുനാമി. പിന്നെ എന്താണ് മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ്. നമ്മള് മനുഷ്യ ലഹളകൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കമ്മ്യൂണൽ റൈറ്റ്സ് എന്നൊക്കെ പറയാറില്ലേ, മനുഷ്യർ തമ്മിൽ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള കലാപങ്ങൾ എന്നൊക്കെ പറയില്ലേ. യെസ്. അതൊക്കെ എന്താണ്, അതിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ, മനുഷ്യരാശിനെ അപകടപ്പെടുത്താറുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ, വാറുകൾ, അതൊക്കെ തന്നെയാണ് കേട്ടോ. ലഹള എന്ന് പറയും ഫൈറ്റുകൾ.
അതും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്താണ് ആ പ്രദേശത്തും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഒരേപോലെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, മരണം വരെ സംഭവിക്കാൻ അല്ലെ. പല ആൾക്കാരെയും ഇത്തരം ആളുകളൊക്കെ കൊല്ലപ്പെടാറുണ്ട് അല്ലെ. നമ്പർ ഓഫ് എണ്ണം കൂടാറുണ്ട്, മരണപ്പെടുന്നവരുടെ എണ്ണം കൂടാറുണ്ട്, പരിക്കേറ്റുന്നവരുടെ എണ്ണം കൂടാറുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പ്രദേശം അവർ നശിപ്പിക്കാറുണ്ട് കമ്മ്യൂണൽ റൈറ്റ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെ സമരങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയം. ഓക്കെ, ഇതെല്ലാം തന്നെ ഏത് കാറ്റഗറിയാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഓരോന്നും പഠിക്കണം. എക്സ്റ്റേണൽ ഡിസാസ്റ്ററിലും ഇന്ത്യയിലെ ഏതൊക്കെ വരുന്നെന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ പഠിക്കാം കേട്ടോ. ട്രെയിൻ ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ, എക്സ്പ്ലോഷൻ, എയറോപ്ലെയിൻ, earthquake, സുനാമി, ടൊർണാഡോ ആൻഡ് റൈറ്റ്സ്. ഓക്കെ, ഇനി ഇന്റേണൽ ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? ഇന്റേണൽ ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജസ്. ഓക്കെ, ഇന്റേണൽ ആയിട്ട് നടക്കുന്ന മെയിൻ ഡിസാസ്റ്റേഴ്സ് ആണ് എന്തൊക്കെയാണ്? ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജസ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ഓൾ വൺ ഔട്ട് എന്നൊക്കെ ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ ഇന്റേണലിൽ നിന്നും എക്സ്റ്റേണൽ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചോദിക്കും. ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കാം. ഇനി ഇവിടെ കുറച്ച് മേജർ ആയിട്ട് നടന്ന ദുരന്തങ്ങളുടെ കുറച്ച് പേരുകൾ, നിങ്ങളെ പേരുകൾ മാത്രം നോക്കാൻ മതിയാവില്ല. എത്ര പേര് മരിച്ചു, ഏത് വർഷമൊന്നും നോക്കണ്ട. നമ്പർ ഓഫ് എണ്ണം ഒന്നും നോക്കണ്ട കേട്ടോ. മേജർ ആയിട്ടുള്ള ഡിസാസ്റ്ററുടെ പേരുകളൊന്നും ഓർത്ത് വെക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇതിൽ ഏകദേശം 2 ലക്ഷം പേർക്കുള്ളതാണ് അത് അഫക്ട് ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ലൈഫ്സ് ലോസ്റ്റ് ചെയ്തിട്ടുണ്ട്? 3,000 പേർക്ക് എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി മൂലം ലൈഫ് ലോസും സീരിയസ് ലോസും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ സൈക്ലോൺ, ആന്ധ്രാപ്രദേശിലും ഒറീസയിലും എവറി 2 ഇയേഴ്സിന്റെ ഇടയിൽ എന്താണ് സൈക്ലോൺ നടക്കുന്നത്. സൈക്ലോൺ എന്താണ്? ചുഴലിക്കാറ്റ് അല്ലെ. ഏകദേശം 25,000 പേർക്ക് എന്താണ് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എർത്തുഗേക്ക് ലാത്തൂർ, മഹാരാഷ്ട്ര, 1993. ലാത്തൂർ മഹാരാഷ്ട്ര പ്രദേശത്ത് 1993 നടന്ന എർത്തുഗേക്സ് ഏറ്റവും മേജർ ഡിസാസ്റ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതേപോലെ നമുക്കറിയാവുന്നതാണ് സുനാമി. എന്നായിരുന്നു സുനാമി വന്നത്? 2004 ഡിസംബർ 26. സതേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈനിലാണ് അത് വന്നത്. 27 ലക്ഷം പേര് അഫക്ട് ചെയ്തിരിക്കുന്ന ഒരു വളരെ ദുരന്തമായ ഒരു പ്രതിഭാസമായിരുന്നു സുനാമി ആ ഒരു സമയത്ത് അല്ലെ. അപ്പൊ ഈ മേജർ ഡിസാസ്റ്ററിലെ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ടതില്ല കേട്ടോ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, സൈക്ലോൺ, എർത്തുഗേക്ക് ആൻഡ് സുനാമി. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ പാരഡിഗം ആണ്. ഡിസാസ്റ്റർ പാരഡിഗം എന്താണ്? ഡിസാസ്റ്ററിന്റെ ഓരോ ലെറ്റേഴ്സ് അല്ലെങ്കിൽ പാരഡിഗം മീൻസ് നിങ്ങൾ മാതൃക എന്നൊക്കെ പറയും അല്ലെ. അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓക്കെ, T for detection, I for incident command, S for safety and security, A for assess hazard and S for support, T for triage and treatment, E for evacuation and then R for recovery. Okay, ഡിസാസ്റ്ററിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റക്ഷൻ. ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റക്ഷൻ, കണ്ടെത്തുക. ഏത് ഡിസാസ്റ്റർ എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം എന്താണ്? I for incident command. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറയുന്നത്? ഏതുതരം ഇൻസിഡന്റ് ആണോ സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ കമാൻഡ് പുറപ്പെടുവിക്കുന്നത്. ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും. അത് നിങ്ങൾ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും കേട്ടോ, എന്താണ് ഇൻസിഡന്റ് കമാൻഡ് എന്നൊക്കെ. യെസ്, ഐ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതുതരം ഇൻസിഡന്റ് ആണോ, ഏതുതരം ഡിസാസ്റ്റർ ആണോ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കമാൻഡുകളുടെ നിർദ്ദേശങ്ങളാണ് അല്ലെ കമാൻഡ്. കമാൻഡ്സ് മീൻസ് എന്താണ്? കമാൻഡുകൾ നമ്മൾ മലയാളത്തിൽ എന്താ പറയാം? കമാൻഡ്. ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ കമാൻഡ് പുറപ്പെടുവിക്കുന്നത്. ഇപ്പോ എർത്തുഗേക്കിന് വേറെയാണ്, ഫ്ലഡിന് വേറെയാണ് അല്ലെ. യെസ്, ഓർഡർ അല്ലെ ഇൻസ്ട്രക്ഷൻസ് ആണ് കമാൻഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഐ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻസിഡന്റ് കമാൻഡ്. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അല്ലെ. സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ സേഫ്റ്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. A for assess hazards. A for assess hazard. എന്താണ് assess hazards എന്ന് പറഞ്ഞാല്?
അപകടങ്ങൾ നമ്മൾ വിലയിരുത്തണം അല്ലെ, ഏതാണ് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത് വിലയിരുത്തുക. പ്രത്യേക ഏരിയാസ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അസസ്മെന്റ് ആണ് എ എന്ന് സൂചിപ്പിക്കുന്നത്, അപകടത്തെ വിലയിരുത്തുന്നത്. ഓക്കെ, എസ്. ഇനി എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? അവിടെ നമ്മുടെ ടെക്സ്റ്റിലെ എസ് അതിന്റെ മുകളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കയറിയിരിക്കുന്നതാണ് കേട്ടോ. എസ് ഫോർ സപ്പോർട്ട് എന്നാണ്. എസ് ഫോർ സപ്പോർട്ട്. ആർക്കാണ് സപ്പോർട്ട് എടുക്കുന്നത് നമ്മള്? ആർക്കാണ്? ദുരന്തത്തിന് ഇരയായവർക്ക്, ഇരയായവരുടെ സംരക്ഷണമാണ് അവിടെ അല്ലെ. യെസ്, യെസ്, പീപ്പിൾ ദാറ്റ് അഫക്ട്. ടി ഫോർ എന്താണ്? ടി ഫോർ victims. Sorry, T for triage and treatment. Yes. സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ എന്താണ് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രോസസ് ആണ് ടി ഫോർ ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റീസ് നോക്കിയിട്ട് അല്ലെ. Then E for evacuation. Evacuation എന്താണ്? ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവർ ഏരിയ നമ്മൾ ഒഴിപ്പിക്കല്ലോ അല്ലെ. അതായത് പേഷ്യൻസിനെ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അവിടെ വരുന്നത് അല്ലെ. രക്ഷപ്പെട്ടവരെ നമ്മൾ എന്താണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. Then R4 എന്താണ്? R4 റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം, ആ ദുരന്തം സംഭവിച്ച ആ ഒരു പ്രദേശം നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അത് R എന്ന് സൂചിപ്പിക്കുന്നത്, അഥവാ റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഡിസാസ്റ്റർ പാരഡിഗത്തിലെ ഓരോ ലെറ്റേഴ്സും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബിഫോർ ഡിറ്റക്ഷൻ. I for incident command. S for safety and security. A for assess hazard and S for support. T for triage and treatment. Then E for evacuation. Then R for recovery. Okay. ഇവിടെ വരെ ഓക്കെ ആണോ പറഞ്ഞത്? ഇനി നമ്മൾ പഠിക്കുന്നത് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽസ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആവശ്യമാണോ? ആവശ്യകത ഉണ്ടോ? ഒരു ദുരന്ത നിവാരണ പ്ലാൻ ആവശ്യമാണോ? ആവശ്യമാണ് അല്ലേ. ഓക്കെ, എന്താണ് അതിന്റെ നീഡ് എന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം, ഒരു ആരോഗ്യ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലെ. പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രധാന മേഖലയാണ് എന്ത്? ഹോസ്പിറ്റൽസ് അഥവാ ആശുപത്രികൾ അല്ലെ. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിംഗ് ലൈഫ്സ്. They also provide 24/7 emergency care services and hence the public receive it as a main resource for diagnosis, treatment and follow-up for both the physical and psychological care. Okay. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യാന്ന് മാത്രമാണ് അല്ലെ. മാത്രമല്ല 24 മണിക്കൂറും എന്താണ് എമർജൻസി സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പ്രത്യേകിച്ച് എന്താണ് വരുന്ന പേഷ്യൻസ് നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക, ഫോളോഅപ്സ് കൊടുക്കുക, ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും എല്ലാ തരം കെയറുകൾ കൊടുത്ത് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്താ ഓരോ ഹോസ്പിറ്റലിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, hospital extended emergency care and hence whenever disaster hits society follow back upon the hospital to provide instant, secure, informed form of emergency medical care. Whenever a hospital or healthcare facilities meet by situation where it has to provide care to a large number of patients in a limited time. ഇനി നമുക്കറിയാം, ഒരു എമർജൻസി സിറ്റുവേഷൻസിലാണ് ഒരു സൊസൈറ്റി മുഴുവനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ. നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ലേ, പ്രത്യേകിച്ച് ആ ചൂരൽമലയിലെ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചതായിരിക്കും. പ്ലെയിൻ ക്രാഷ് ഒക്കെ സംഭവിച്ച സമയത്തൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പേഷ്യൻസ്, ഒരുപാട് റിലേറ്റീവ്സ്, ഒരുപാട് ജനങ്ങള് ആ ഒരു പ്രദേശത്താകെ നിൽക്കുന്നു. സ്ലോ ആയി പറഞ്ഞോണോ? സ്പീഡ് കൂടുന്നുണ്ടോ പാർവതി? യെസ്.
ഒരു എമർജൻസി ഏതോ എനിക്ക് ഇങ്ങനെ പതിയെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്ന് ഓർത്താണ് ഇച്ചിരി സ്പീഡിലങ്ങ് പോണത്. പാടുള്ള കാര്യങ്ങൾ പതിയെ പറഞ്ഞു പോവാറുള്ളൂ. നോക്കാം. നമുക്കറിയാലോ, ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് ഒരുപാട് പീപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മള് ഓവർഫ്ലോ ആണ് അല്ലെ, പേഷ്യൻസിന്റെ ഓവർഫ്ലോ ആണ് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. യെസ്, പല കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വരും. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു നോർമൽ കപ്പാസിറ്റി ഉണ്ട്, ഇത്ര പേഷ്യൻസിനെ നോക്കുക എന്നുള്ളത്. അതിൽ കൂടുതലായിട്ട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് കൺട്രോൾ ഇല്ല, നമുക്കത് അവർക്ക് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാണ്ട് വരും അല്ലെ. യെസ്, അപ്പൊ പ്രത്യേകിച്ച് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്രയും ആൾക്കാർ വരുന്നത്? എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ്. പ്രത്യേകിച്ച് ഒരു ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നത്. യെസ്, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് അത്രയും പേഷ്യൻസിനെ നോക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഇല്ലേ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഈ പാരഗ്രാഫിൽ അത് തന്നെ എന്താ പറയുന്നത്, ഞാനത് വായിക്കുന്നില്ല. എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെ. അതായത് അൺഎക്സ്പെക്ടഡ് പേഷ്യൻസിന്റെ ലോഡ് ആയിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അത്തരം സമയത്ത് നമുക്ക് എല്ലാ തരത്തിലും റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം, സ്റ്റാഫുകൾ അവൈലബിൾ ആയിരിക്കണം, മെഡിക്കൽ സപ്ലൈസസ് വേണം, മറ്റെല്ലാ തരം സംവിധാനങ്ങളും ആ സമയത്ത് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരുപാട് പേര് ആ സമയത്ത് മരണപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ അല്ലെ. യെസ്, അപ്പൊ നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷൻസിൽ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. MCI എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? MCI എന്ന് പറയുന്നത് എന്താണ്? മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്. അതായത് നമ്മുടെ ഒന്നോ രണ്ടോ പീപ്പിൾസ് അല്ല അവിടെ വരുന്നത് അല്ലെ, നമ്പർ ഓഫ് എണ്ണം പേഷ്യൻസിന്റെ ഓവർഫ്ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ്, ഹോസ്പിറ്റൽ ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ എന്താണ്, നമുക്കതിനെ നേരിടാൻ സാധിക്കില്ല. അപ്പൊ അതിനാൽ തന്നെ നമുക്ക് എന്ത് ആവശ്യമാണ്? ആവശ്യത്തിലുള്ള റിസോഴ്സസും സ്റ്റാഫുകളും എല്ലാ സപ്ലൈസസിനും ആവശ്യാനുസരണം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഹോസ്പിറ്റൽ എന്ത് തീരുമാനിച്ചിരിക്കണം? പ്രത്യേകിച്ച് ഒരു കമാൻഡറുടെ നിർദ്ദേശത്തിൽ തന്നെ ഒരു വ്യക്തമായൊരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു പ്രക്രിയ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട്. നോക്കൂ, നമ്മളിവിടെ പഠിച്ച ഈ പാരഡിഗത്തിൽ നോക്കൂ, കണ്ടോ? ഇതിലോരോ ഹോസ്പിറ്റലിലേക്ക് വന്നവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്തു. ഇൻസിഡന്റ് കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് ഓരോരുത്തർക്കും നമ്മൾ എന്താണ് ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു. ദെൻ സേഫ്റ്റി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. എന്താണ് അപകടത്തിന്റെ നില എന്ന് നമ്മൾ അസസ് ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ദെൻ ട്രീറ്റ്മെന്റ് കൊടുത്തതിനു ശേഷം ആ ഏരിയ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നു, ദെൻ റിക്കവർ ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റലിൽ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, അതായത് ഒരു കമാൻഡ് സ്ട്രക്ചറിന്റെ നിർദ്ദേശപ്രകാരം, അതായത് ഒരു ഇൻസിഡന്റ് കമാൻഡറുടെ നിർദ്ദേശപ്രകാരമാണ് ഹോസ്പിറ്റലിൽ നമ്മളൊരു എമർജൻസി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എമർജൻസി പ്ലാൻ സെനാരിയോ അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്? ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് അതിനെ നമുക്ക് നേരിടാനായിട്ട് പറ്റണം അല്ലെ. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? പ്ലാൻ തയ്യാറാക്കണം. ഈ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ആ പ്ലാൻ തന്നെ നമ്മൾ 3 ഘട്ടത്തിലാണ് തയ്യാറാക്കുന്നത്. അതായത് ഡിസാസ്റ്റർ തൊട്ട് മുൻപായിട്ട് നമ്മൾ, അതായത് ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്ലാൻ, ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഒരു പ്ലാൻ, അതിനുശേഷമുള്ള പ്ലാൻ. അങ്ങനെ 3 രീതിയിൽ നമ്മൾ എന്താണ് ആ ഡിസാസ്റ്ററിന്റെ ഘട്ടത്തിൽ തിരിക്കും. എന്നിട്ടാണ് നമ്മൾ ഓരോന്നും തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ പ്ലാൻ ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു ഡിസാസ്റ്റർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അതിനു വേണ്ടിയിട്ട് സജ്ജമാകും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന് ആ ഒരു സമയത്ത് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ആ കൂടുതൽ വരുന്ന പേഷ്യൻസിന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കെയർ കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റൽ അതിന് സജ്ജമായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഹോസ്പിറ്റൽസിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. യെസ്, ഇനി ഫേസസ് ഓഫ് ഡിസാസ്റ്റർ. ദുരന്തത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു
ഇത്തരം സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യണം, അതിനുശേഷം ആ പേഷ്യൻസ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, പേഷ്യൻസ് വിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്തൊക്കെ പ്രോസസ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ 3 ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ്. ഓക്കെ, എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്? ദുരന്തത്തിന് മുൻപാണോ ശേഷമാണോ? യെസ്, അതായത് പേഷ്യൻസ് അവിടെ വരുന്നതിന് മുൻപായിട്ട് അല്ലെ. യെസ്, evacuate the risk and training people before a disaster hits. എന്താണ് ആ ഒരു ഏത് ഡിസാസ്റ്റർ ആണ് അതിന്റെ റിസ്ക് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആർക്ക് എന്ത് കൊടുക്കേണ്ടത്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുക. എത്തരം ഡിസാസ്റ്റർ ആണോ സംഭവിക്കുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യണം. എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് മാത്രമായിരിക്കണം നമ്മൾ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വരുന്നത്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പീരീഡ് when a disaster is developing. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, പീരീഡ് when a disaster developing എന്ന് പറഞ്ഞാൽ എന്താ, ഡിസാസ്റ്റർ പേഷ്യൻസ് വന്ന് നമ്മളവിടെ ട്രീറ്റ്മെന്റ്സ് നടക്കുന്ന പ്രൊസീജിയേഴ്സ് നടക്കുന്ന ആ ഘട്ടമാണ്. അതായത് ഡിസാസ്റ്റർ വികസിച്ചു വരുന്ന ഒരു ഘട്ടമാണ് എന്ത്, ഡിസാസ്റ്റർ ഫേസ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇനി പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് എഴുതിയിട്ടുണ്ടോ? പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്താണ് എഴുതിക്കോളൂ. The period after a disaster. The period എഴുതട്ടോ. The period after a disaster has occurred. The period after a disaster has occurred. The period after a disaster that occurred. എന്താണ്, ദുരന്തത്തിന് ശേഷമുള്ള ഒരു ഘട്ടമാണ് എന്താ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. ഓരോ ഫേസിലും എന്തൊക്കെ പ്രൊസീജിയേഴ്സും റെഗുലേഷൻസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യം പഠിക്കുന്ന ഏത് ഘട്ടമായിരിക്കും, പ്രീ ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് ദുരന്തത്തിന് മുമ്പുള്ള ഒരു ഘട്ടമാണ് അല്ലെ. പീരീഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ ഹാസ് occurred. അത് എന്താണ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിന്റെ ഉള്ളൂ കമന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളെ ദുരന്തം നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു അല്ലെ. യെസ്, പ്ലാനിങ്. മോസ്റ്റ് ഓഫ് ദി evaluation and planning is performed in the pre-disaster phase. The hospital plans are prepared. പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിനെ എങ്ങനെ അവിടെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, യെസ്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്ററിന് ബന്ധപ്പെട്ടായിരിക്കും ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ് അതിനനുസരിച്ച് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. അതാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്താണ്, പ്ലാൻ ചെയ്യുന്നു. ഇനി പ്ലാൻ ചെയ്തതിന് ശേഷം എന്താണ്, പ്ലാൻ ചെയ്തതിന് ശേഷം പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. പ്ലാൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. ഒരു റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാവും. എന്താണ് ഈ മാനുവൽ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തിരിക്കുന്ന പ്ലാനിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്ലാനിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഒരു മാനുവൽ ആക്കുന്നു. അതായത് അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാനുവൽ ഉണ്ടായിരിക്കുക, എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, തീരുമാനിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സിലായിരിക്കും. അതായത് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെ ഡ്യൂട്ടി ചെയ്യണം, ഏതൊക്കെ സ്റ്റാഫുകൾ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം, ഏതൊക്കെ സപ്ലൈസസ് ഏതൊക്കെ സമയത്ത് റെഡി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു റിട്ടേൺ ഡോക്യുമെന്റ്സിൽ തയ്യാറാക്കപ്പെടും. തയ്യാറാക്കിയതിനു ശേഷം ഇതിന്റെ ഓരോ കോപ്പീസ് നമ്മൾ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലേക്ക് എന്താണ് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഒരു ഡിസാസ്റ്റർ മാനുവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതൊരു ഡോക്യുമെന്റ്സ് രൂപത്തിലായിരിക്കും മാനുവൽ എന്ന് പറയുന്നത് അല്ലെ. ആ മാനുവൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എല്ലാ ഹോസ്പിറ്റലിൽ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയാസിലേക്ക് നമ്മൾക്ക് സെൻഡ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യം എന്തായിരുന്നു, പ്ലാനിങ് ആയിരുന്നു. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റിട്ടേൺ ഫോമിലാക്കുന്നു, അത് എല്ലാ ഏരിയാസിലേക്കും കൊടുക്കുന്നു. ഓക്കെ, അവിടെ വരെ ഓക്കെ ആണോ?
യെസ്. ഇനി അടുത്ത ഘട്ടം എന്താണ്? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ചിട്ട് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എന്താണ് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നു, അല്ലെ പരിശീലനം കൊടുക്കുന്നു. അതായത് ദുരന്തത്തിന് തൊട്ട് മുൻപ് പ്രിപ്പയർഡ് ആവണം അല്ലെ, എങ്ങനെയായിരിക്കണം നമ്മൾ അവിടെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഓക്കെ. It is very necessary for the staff to know about, get trained in using the hospital disaster or emergency manual. Regular staff training by act drill should be performed in the phase. Once this disaster plan gets ready, the next stage would be the education and training of the staff of the hospital about the plan and specific role of each staff member in the event of disaster. ഇത്രയേ ഉള്ളൂ. നിങ്ങളത് ബ്രീഫ് ചെയ്ത് പറയാനുണ്ടോ? യെസ്. നമ്മള് ഓരോ സ്റ്റാഫുകൾക്കും അല്ലെ ആ ഡിസാസ്റ്റർ മാനുവൽ അനുസരിച്ചിട്ട് ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ, ആ മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ ആരൊക്കെ ഏതൊക്കെ സ്പെസിഫിക് ഡ്യൂട്ടീസ് ചെയ്യണം, പ്രത്യേകിച്ച് റെഗുലർ ആയിട്ടുള്ള സ്റ്റാഫുകൾ, സ്പെസിഫിക് സ്റ്റാഫുകളൊക്കെ ഏതൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും? ട്രെയിനിങ്സ് കൊടുക്കും. ഓക്കെ. യെസ്. അതിൽ പ്രത്യേകമായിട്ട് ഓരോ സ്റ്റാഫുകളും കൈകാര്യം ചെയ്യേണ്ട ജോലികൾ ഉണ്ടായിരിക്കും അല്ലെ. അവർ ഓരോരുത്തരുടെ ഓരോ ഈച്ച് മെമ്പേഴ്സിന് എന്തായിരിക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ ഓരോരുത്തരുടെ റോൾസുകൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ ആ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചും എന്താണ് അവർക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൂടി ട്രെയിനിങ്സ് കൊടുക്കും. Most of the existing category of health staff are needed to play a major role in the disaster management. ഈ ഒരു മാനുവൽ പ്രകാരം ഏറ്റവും ഒരു മേജർ റോൾസ് കൈകാര്യം ചെയ്തത് ഹെൽത്ത് സ്റ്റാഫുകൾ തന്നെ അല്ലെ. ഹെൽത്ത് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന പ്രകാരം ആ ഡിസാസ്റ്ററിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഇനി മാത്രമല്ല എന്താണ്, നമുക്ക് ജസ്റ്റ് ഒരു പെർഫോമൻസ് മാത്രമല്ല, ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ഈ പരിശീലനം കൊടുക്കുന്നത്. നമ്മളിപ്പോ എന്താ പറയാ ആർമിയിലൊക്കെ കാണാറില്ലേ, നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് അവർക്കൊരു മോക്ക് ഡ്രിൽസ് പോലെ നമ്മൾ കൊടുക്കും. അതായത് റിയൽ സിറ്റുവേഷൻ പോലെ കൊടുത്തിട്ട് അവരെങ്ങനെ പെർഫോം ചെയ്യണം, അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ ശരിക്കും ഒരു ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് അത് അതേപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. യെസ്. അപ്പൊ അവരെല്ലാ തരത്തിലും എല്ലാ ടെക്നിക്കൽ സ്കില്ലിലും അതിൽ അവർക്ക് കുറച്ചും കൂടെ ഫ്ലുവന്റ് ആവണമെങ്കിൽ അവർക്ക് റിയൽ പെർഫോമൻസിലൂടെ തന്നെ ട്രെയിനിങ്സ് കൊടുത്താൽ, റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ട്രെയിനിങ്സ് കൊടുത്താൽ മാത്രമേ പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടും എഫക്റ്റീവ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് പ്രകാരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഹൈപ്പോതെറ്റിക്കൽ ഡ്രിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. എന്താണ് ഹൈപ്പോതെറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ എന്ന് പറയുന്നത്? ഒരു സാങ്കല്പികമായിട്ട് നമ്മള് എന്താ പറയാ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാങ്കല്പികമായിട്ടുള്ള ഹൈപ്പോതെറ്റിക്കൽ മീൻസ് സാങ്കല്പികം. ഓക്കെ. നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് അത് റിയൽ സിറ്റുവേഷൻ ആണെന്ന് കരുതി ചെയ്യാണ് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ഡ്രില്ല് കൊടുത്തിട്ട് എന്താണ് എമർജൻസി സിറ്റുവേഷൻസിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നത്? ഇത്തരത്തിലൊരു പരിശീലനം കൊടുക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയും അതിൽ അവരെങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് ആ ഒരു സമയത്ത് അവരെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. Yes, a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. An effective disaster drill has to be realistic, interactive, moderately stressful for the participants. നമ്മൾ പറഞ്ഞു ഇത് റിയൽ സിറ്റുവേഷൻ പോലെ കൊടുത്തിട്ടാണ് അവർക്ക് ഇത് ചെയ്യിപ്പിക്കണേന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റിയൽ സിറ്റുവേഷൻ കൊടുക്കുന്നതിന് കാരണം ജസ്റ്റ് അവരുടെ ഡ്യൂട്ടി മാത്രമല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരുമായിട്ട് അവർക്ക് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അവരോട് എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ഒരു സ്റ്റാഫ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് സംസാരിക്കാതിരുന്നത് നമുക്ക് ഈ ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ, അതെങ്ങനെയായിരിക്കണം. പിന്നെന്താണ്, യെസ്, അത്തരം സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കുള്ളൂ അല്ലെ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഒരു സമയം പോലും പകച്ചു നിൽക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസിലൂടെ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള മോക്ക് ഡ്രിൽസുകൾ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ മോക്ക് ഡ്രില്ലിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അത്തരം സിറ്റുവേഷനെ നമ്മൾ സൂക്ഷ്മമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊടുത്ത് അവർക്ക് ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ എന്താണ് കൂടുതലായിട്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് അവർക്ക് ഏതൊക്കെ സമയത്ത് എപ്പോ പെർഫോം ചെയ്യണം, ഏതൊക്കെ പേഷ്യൻസിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള മോക്ക് ഡ്രിൽസ് പ്രൊവൈഡ് ചെയ്തവർക്ക് റിയൽ സിറ്റുവേഷൻസിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആ സമയത്ത് ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഓരോരുത്തർ അത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു നിൽക്കാനായിട്ടുള്ള സമയമില്ല അല്ലെ. അതിനു വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ട്രെയിനിങ് പ്ലാൻസുകൾ തയ്യാറാക്കി അവർക്ക് അതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. വരെ ഒന്ന് വായിച്ചേക്കണേ. ഹാവ് എ നൈസ് ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണേ, എന്നോടൊക്കെ പറയണേ. Okay, thank you. Have a nice day. Then happy new year അല്ലേ? ഹാപ്പി ന്യൂ ഇയർ ആണ് എല്ലാവർക്കും. നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത വർഷം കാണാം നമുക്ക്. യെസ്, നമ്മള് ക്രിസ്മസിന് കണ്ടു, ന്യൂ ഇയറിനും കാണാൻ പോയത്. ന്യൂ ഇയർ ഇനിയിപ്പോ അടുത്ത മൺഡേ കാണുള്ളൂ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു.